ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കഥകൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാറില്ലേ, അതുപോലൊരു കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. വളരെയധികം ദുരൂഹമായിട്ടുള്ള ഒരു കാട്. ആ കാട്ടിലേക്ക് വന്നുപെടുന്ന ആരും രക്ഷപ്പെടാറില്ല. ആ കാട്ടിലേക്ക് നമ്മുടെ കഥാനായികയായിട്ടുള്ള മീന വന്ന് പെട്ടുപോവാണ്. അവിടെ വെച്ച് ഒരു 2-3 ആൾക്കാരെ മീന കാണുന്നുണ്ട്. ആ കാട്ടിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ രാത്രിയാകുമ്പോൾ അവിടെ തന്നെ ഒരു ബങ്കറുണ്ട്. ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ ഒരു കണ്ണാടിയുണ്ട്. ആ കണ്ണാടിയിലേക്ക് ഇവര് നോക്കി നിൽക്കണം, എന്നാൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. എന്താണ് ആ ബങ്കർ, എന്താണ് ആ കണ്ണാടി? അതുപോലെ തന്നെ ആ കാട്ടിൽ ഒരു കുഴിയുണ്ട്. ആ കുഴിയെ പോലെ തന്നെ ഒരു പ്രത്യേക രീതിയിൽ മൂടി വെച്ച ഒരു കല്ലുണ്ട്. വിചിത്രമായിട്ടുള്ള പല കഥകളും രഹസ്യങ്ങളും എല്ലാം ഇതിന്റെ പിന്നിലുണ്ട്. എന്തൊക്കെയായിരിക്കും അത്? നമുക്ക് എന്തായാലും പോകല്ലേ ഈ മായാ ലോകത്തിലേക്ക്. ശരിക്കും ഇതൊരു മായാ ലോകം തന്നെയാണ്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ വളരെയധികം ഭയന്നുകൊണ്ട് ഒരാൾ ഒരു കാട്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ കാട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വല്ലാത്തൊരു മിസ്റ്ററി അത് ഫീൽ ആവുന്നുണ്ടോ? ഇയാളിങ്ങനെ ഭയം കാരണം എങ്ങോട്ടൊന്നില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം വഴിതെറ്റി വന്ന സ്ഥലത്തേക്ക് തന്നെ വീണ്ടും വീണ്ടും ഇയാളിങ്ങനെ ഒരു ലൂപ്പിൽ പെട്ടതുപോലെ ഇതേ സ്ഥലത്തേക്ക് തന്നെ എത്തുകയാണ്. മാത്രമല്ല മൃഗങ്ങളുടെ എല്ലുകൊണ്ടുണ്ടാക്കി വെച്ച ഒരു സൈൻ ബോർഡും അവിടെ ഉണ്ടായിരുന്നു. അതിൽ 108 എഴുതിയിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു കാര്യം കൂടെ എഴുതി വെച്ചിട്ടുണ്ട്, പോയിന്റ് ഓഫ് നോ റിട്ടേൺ. എന്തായാലും ഇപ്പൊ സന്ധ്യാസമയമായി. ഇയാൾക്കാകെ ഭയമായി. അതുകൊണ്ട് ഇനി ഈ കാട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജീവികളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വലിയൊരു മരത്തിന്റെ മുകളിൽ കയറാമെന്ന് വിചാരിച്ച് ഭയത്തോട് കൂടിയിട്ട് ഇയാൾ ആ ഒരു മരത്തിന് മുകളിലേക്ക് കയറുകയാണ്. എന്നാൽ ആ മരത്തിൽ നിന്നും അവൻ തെന്നി താഴേക്ക് വീഴുകയാണ്. ഇതേ സമയത്ത് തന്നെ ചില ജീവികളുടെ ഘോരമായ ശബ്ദം അവൻ കേട്ട് വല്ലാതെ പേടിച്ച് കീശയിലുണ്ടായിരുന്ന അവർ കത്തിയെടുക്കുകയാണ്. ആരാണ് എന്റെ അടുത്തേക്ക് വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ശബ്ദത്തിന് നോക്കി ഭീഷണിപ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് വന്ന ആ ഒരു സാധനം അതെന്താണെന്ന് അറിയില്ല, അവൻ ഇരുട്ടിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോവാണ്. ഇവിടെയാണ് പടത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, ദ വാച്ചേഴ്സ്. ഇതിനുശേഷം നമ്മുടെ കഥാനായികയായിട്ടുള്ള മീനയെ കാണിക്കുകയാണ്. അവൾ ജോലി ചെയ്യുന്നത് ഒരു പെറ്റ് ഷോപ്പിലേക്കാണ്. ഇപ്പൊ അതിന്റെ ഓണർ വന്നിട്ട് മീനയോട് പറയാണ്, ഇന്ന് ജോലി കഴിഞ്ഞ് പോകുമ്പോൾ നീ ആ ഒരു കിളിയെ കൊണ്ടുപോകണം, അതുപോലെ തന്നെ അതിന്റെ അഡ്രസ്സിലേക്ക് നീ തന്നെ ഡെലിവറി ചെയ്യണം. ഡെലിവറി ചെയ്യുന്ന ആള് ലീവാണ്. ഓക്കെ എന്ന് മീന പറയാണ്. എന്തായാലും ഇപ്പൊ ആ ഒരു പക്ഷിയുമായിട്ട് അവൾ വീട്ടിലേക്ക് ചെല്ലുകയാണ്. കുറെ നേരം ആ ഒരു പക്ഷിയെ അവൾ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ്, എന്നെ പോലെ തന്നെ നീയും ഒറ്റയ്ക്കാണല്ലേ, എനിക്ക് അമ്മയില്ല, 15 വർഷം മുന്നേ എന്റെ അമ്മ മരണപ്പെട്ടു പോയി, നീ എന്തായാലും ഇവിടെ ഇരിക്കും, ഞാനൊന്ന് പോയി കുളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മീന നേരെ കുളിക്കാൻ പോവാണ്. കുളിച്ച് നല്ല ഫ്രഷ് ആയി നല്ല സുന്ദരിയായിട്ട് രാത്രി തന്നെ ഒരു ബാറിൽ പോയിട്ട് ചെറിയ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കഴിച്ചു. അവിടുന്ന് ഒരാളെ പരിചയപ്പെടുകയാണ്. ആ ദിവസം രാത്രി അവന്റെ കൂടെയായിരുന്നു. വെസ്റ്റേൺ കൾച്ചർ അറിയാമല്ലോ നിങ്ങൾക്ക്. സോ എന്തായാലും ആ ഒരു രാത്രി എല്ലാം കഴിഞ്ഞു രാവിലെ വീട്ടിലേക്ക് എത്തി. അവൾ ഒന്നുകൂടെ ഒന്ന് ഫ്രഷ് ആയിട്ട് ആ ഒരു പക്ഷിയുമായിട്ട് ഈ അഡ്രസ്സിലേക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരെയായി അവളുടെ യാത്ര തുടങ്ങിയിട്ട്. എന്തായാലും പെട്രോൾ തീരാനായപ്പോൾ ഒരു പമ്പിലേക്ക് കയറിയിട്ട് ഒരു ഇച്ചിരി പെട്രോൾ അടിക്കുകയാണ്. അതെല്ലാം അടിച്ചു കഴിഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ബോർഡിൽ ആ ഒരു ഏരിയയിൽ വെച്ച് കാണാതായ ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോകൾ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ആ ഒരാളില്ലേ, അയാളും ഉണ്ടായിരുന്നു. അയാളുടെ പേര് ജോൺ എന്നായിരുന്നു. എന്തായാലും ഇതൊന്നും നമ്മുടെ മീന കാണുന്നില്ല. അവളിപ്പോ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഓൺ ആക്കിയിട്ട് ആ ഒരു ഡയറക്ഷനിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവളുടെ ചേച്ചി വിളിക്കുന്നത്. നീ എന്താണ് എന്നെ വിളിക്കാതിരുന്നത്? അമ്മയുടെ ഓർമ്മ ദിവസമല്ലേ, നിനക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ബോധവും കഥയില്ല അല്ലേ? എന്നാൽ മീനയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ കോള് കെട്ടുകയാണ്. അവളൊന്നും സംസാരിക്കുന്നില്ല. അവള് വീണ്ടും അങ്ങനെ കാർ ഓടിച്ച് അവസാനം റോഡെല്ലാം തീർന്ന് ഒരുമാതിരി ഒരു ഇരുണ്ട ഭാഗത്തേക്ക് എത്തുകയാണ്. അവിടെ എത്തിയ സമയത്ത് ഇത്രയും നേരം വർക്കായിക്കൊണ്ടിരുന്ന റേഡിയോ അതിപ്പോ വർക്കാവുന്നില്ല. അതുപോലെ തന്നെ അവളുടെ കാറിൽ അവർ ഡെലിവറി ചെയ്യേണ്ട ആ ഒരു പക്ഷിയുണ്ടല്ലോ, ഇത് വല്ലാതെ ശബ്ദം ഉണ്ടാക്കാനും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കാർ ഓഫ് ആയതുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകാൻ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് മീന ഇപ്പൊ ആ ഒരു പക്ഷിയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആരെങ്കിലും സഹായം കിട്ടുമോ, ചുറ്റുവട്ടത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനൊക്കെ ആയിട്ടാണ്. എന്തായാലും പതിയെ ആ ഒരു കിളി എടുത്തുകൊണ്ട് അവൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇങ്ങനെ വിചാരിച്ചതുപോലെ ആരെയും കാണാനില്ല. ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ആരും ഇല്ലാത്ത ഏകമായി കിടക്കുന്ന ഒരു സ്ഥലം. പിന്നെ കാടല്ലേ, അതിൻ്റെതായ പേടിപ്പിക്കുന്ന പല ശബ്ദങ്ങളും അവൻ കേൾക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ അവൾ പതിയെ മുന്നോട്ടേക്ക് പോയപ്പോൾ അവിടുത്തെ ആനിമൽസിന്റെ ബോൺ കൊണ്ടുണ്ടാക്കിയ ഒരു ബോർഡും കാണുന്നുണ്ട്, പോയിന്റ് ഓഫ് നോ റിട്ടേൺ. അതിലൊരു നമ്പറും ഉണ്ട്. സംഗതി അത്ര പന്തിയല്ല എന്ന് തോന്നിയ മീന വേഗം തന്നെ തിരിച്ച് അവളുടെ കാർ എവിടെയാണോ വെച്ചത് അങ്ങോട്ടേക്ക് തന്നെ പോവാണ്. എന്നാൽ അവിടെ എത്തിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി. കാരണം അവിടെ ആ ഒരു കാർ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം കയറി വരികയാണ്. അവൾ എന്തോ ഒരു വലിയ ട്രാപ്പിൽ പെട്ടു എന്ന് മീനയ്ക്ക് ഇപ്പൊ മനസ്സിലായി. മാത്രമല്ല ഭയം കാരണം ആ ഒരു പക്ഷിയോട് അവൾ എന്തൊക്കെയോ പറയണം. മാത്രമല്ല ആ ഒരു ഭൂമി കിടന്ന് പതിയെ വിറക്കാൻ തുടങ്ങുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ മീനയും കിടന്ന് വിറക്കാണ്. ഭയം കൊണ്ട് എന്താ ചെയ്യേണ്ടത് എന്ന് അവൾക്ക് തിരിയുന്നില്ല. ആ സമയത്താണ് കുറച്ച് അകലെയായിട്ട് അരണ്ട വെളിച്ചത്തിൽ ഒരു സ്ത്രീയെ അവള് കാണുന്നത്. അവള് ഒരു രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ആരാണ്, ഒന്ന് വന്ന് സഹായിക്കോ, എവിടെയാണ്, ഇത് ഏതാ സ്ഥലം എന്നൊക്കെ അവൾ ഉറക്കിന് ചോദിക്കുന്നുണ്ടെങ്കിലും ആ സ്ത്രീയുടെ ഭാഗത്തുനിന്ന് യാതൊരു മറുപടിയില്ല. ആ സ്ത്രീയെ പെട്ടെന്ന് തന്നെ കാണാതാവുകയാണ്. അവര് മുന്നോട്ടേക്ക് ഓടി. എന്തായാലും അവരുടെ പിന്നാലെ പോയ രക്ഷപ്പെടാം എന്ന് കരുതിയിട്ട് മീന അവരുടെ പിന്നാലെ ഓടുകയാണ്. എന്നാൽ അവരെങ്ങോട്ടേക്കായി പോയത് എന്ന് വ്യക്തമായിട്ട് മീനയ്ക്ക് കാണാൻ കഴിയുന്നില്ല. ആ സമയത്താണ് ഇരുട്ടിൽ നിന്നും ഒരു വാതിൽ തുറക്കുന്നത്. അതിന്റെ ഉള്ളിൽ നിന്നും കുറച്ച് വൃത്തിയായിട്ടുള്ള ആ ഒരു സ്ത്രീ പുറത്തേക്ക് വന്നിട്ട് പറയാണ്, ജീവൻ വേണമെങ്കിൽ ഓടിവാ, ഈ ഒരു ബങ്കറിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു
പറയുന്നത്. എന്തായാലും നമ്മുടെ മീന് ഓടിച്ചെന്ന് അതിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ടോട്ടൽ അതിന്റെ ഉള്ളിൽ മീനെ കൂടാതെ 3 ആൾക്കാരുണ്ടായിരുന്നു. അവരിപ്പോ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരു പയ്യനുണ്ട്, അവന്റെ പേര് ഡാനിയൽ. പിന്നെ വേറൊരു ഗേൾ ഉണ്ട്, അവളുടെ പേര് സിയാറ. പിന്നെ നമ്മുടെ മീനെ ഇതിന്റെ ഉള്ളിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന കുറച്ച് പ്രായമായിട്ടുള്ള ആ ഒരു ലേഡി, അവരുടെ പേര് ഓലിൻ. പിന്നീട് ഓലിൻ കാര്യങ്ങൾ പറയാണ്. അതായത് സന്ധ്യാസമയമായി കഴിഞ്ഞാൽ, സൂര്യപ്രകാശം പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈ ഒരു ബങ്കറിന്റെ ഉള്ളിലേക്ക് വരണം, പുറത്തേക്ക് വരാൻ പാടില്ല. അതുപോലെ മുന്നിൽ നിൽക്കുന്ന ഈ ഒരു ഗ്ലാസ് കണ്ടോ, സന്ധ്യാസമയം ആയി കഴിഞ്ഞാൽ പുറത്ത് എന്താണെന്ന് നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലൂടെ കാണാൻ കഴിയില്ല. എന്നാൽ പുറത്തുള്ള അവർക്ക്, ആ വാച്ചേഴ്സിന് നമ്മളെ കാണാൻ കഴിയും. അതുകൊണ്ട് അവർക്ക് നമ്മളെ കാണാൻ വേണ്ടി തന്നെ നമ്മൾ ഈ ഒരു ഗ്ലാസിന്റെ മുന്നിൽ നിരന്ന് നിൽക്കണമെന്ന് ഓലിൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് മാത്രമാണ് നമുക്ക് സർവൈവ് ചെയ്യാനുള്ള ഏക വഴി. അങ്ങനെ ഇവരെല്ലാവരും ആ ഒരു ഗ്ലാസിന്റെ മുന്നിൽ നിരന്ന് നിൽക്കുകയാണ്. ഉടനെ തന്നെ ആ ഭീകരമായിട്ടുള്ള ശബ്ദം ഇപ്പൊ മീന കേൾക്കുന്നുണ്ട്. ഇവർക്ക് 3 പേർക്കും ആ ശബ്ദം കേട്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെ അവർ ഭയന്നില്ല. എന്നാൽ മീന ഭയന്ന് ബേക്കിലേക്ക് വീഴുകയാണ്. ഇപ്പൊ ഇവരുണ്ടല്ലോ മീനയോട് ആ ഒരു ഗ്ലാസിന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ വേണ്ടി പറയാണ്. കാരണം ഇവർക്ക് അവരെ കാണാൻ കഴിയില്ല. ഇവർക്ക് ഇവരുടെ ആ ഒരു റിഫ്ലക്ഷൻ മാത്രമേ കണ്ണാടിയിലൂടെ കാണാൻ കഴിയുള്ളൂ. എന്നാൽ പുറത്ത് നിൽക്കുന്ന ആ ഒരു വാച്ചേഴ്സ്, അവർക്ക് ഇവരെ കാണാൻ കഴിയും. സോ 4 പേരും ആ ഒരു ഗ്ലാസിന്റെ മുന്നിൽ നിരന്ന് നിൽക്കുകയാണ്. മാത്രമല്ല ഓലിൻ പറഞ്ഞതുപോലെയുള്ള ആ ഒരു വാച്ചേഴ്സ്, അവർ പുറത്ത് നിന്നുകൊണ്ട് ഇവരെ 4 പേരെയും വ്യക്തമായിട്ട് തന്നെ നിരീക്ഷിക്കുകയാണ്. ആരാണ് ആ ഒരു വാച്ചേഴ്സ്, അവരെങ്ങനെയാണ്, അവരെന്തിനാ ഇത് ചെയ്യുന്നത് എന്നൊന്നും ഇപ്പൊ കാണിക്കില്ല. അങ്ങനെ ആ ഒരു രാത്രി പതിയെ പതിയെ കഴിയാണ്. പിറ്റേ ദിവസം രാവിലെ സൂര്യപ്രകാശൻ വരാൻ തുടങ്ങി. ഇതേ സമയത്ത് തന്നെ ആ ഒരു ഗ്ലാസ്സിലൂടെ ഫോറസ്റ്റിലെ കാഴ്ചകൾ കാണാനായിട്ട് മീനയ്ക്ക് ഇപ്പൊ പറ്റുന്നുണ്ട്. പുറത്താണെങ്കിൽ ഈ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഒന്നിനെയും കാണാനില്ല. അതുകൊണ്ട് തന്നെ മീന അവളുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങാണ്. ഞാൻ പോകുകയെന്ന് പറയണേ. എന്നാൽ സിയാറ അതുപോലെ തന്നെ ഡാനിയൽ ഇവർ 2 പേരും വാൺ ചെയ്യാണ്. പുറത്തേക്ക് പോകണ്ട, നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, കുറെ നാളായിട്ട് ഞങ്ങളും അതിനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മീൻ ഇതൊന്നും കേൾക്കുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൾ പോകാൻ നിൽക്കുമ്പോൾ ഈ ഓലിൻ ഉണ്ടല്ലോ, ഓലിൻ ഇവരെ നോക്കിയിട്ട് പറയണ തടുക്കണ്ട, അവൾ പോയി വരട്ടെ, അവൾ എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്താന്ന് വെച്ചാൽ. എന്തായാലും മീന പയ്യെ പയ്യെ മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി. അറിയില്ല കേട്ടോ വഴി. അവളൊരു നടത്തങ്ങനെ നടക്കുകയാണ്. പോകുന്ന വഴിയിൽ കാടിന്റെ ചില ഭാഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇരുട്ടായിരുന്നു. അപ്പൊ ആ ഇരുട്ടിന്റെ ആ നിഴലിലൂടെ അവൾ ഒരു കുട്ടിയുടെ രൂപത്തെ കാണുന്നുണ്ട്. വല്ലാതെ പേടിച്ചു പോയ അവള് എങ്ങോട്ടെന്നില്ലാതെ ഓടുകയാണ്. ഓടി ഓടി അവസാനം ഒരു വലിയ താഴ്വരയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ, ഘോരമായ വനം. ഇനി മുന്നോട്ടേക്ക് പോവാണെങ്കിൽ അവൾ കൂടുതൽ കൂടുതൽ കെണിയിലേക്ക് പോവുകയുള്ളൂ. അത് അവൾക്ക് മനസ്സിലായി. എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഒരു ഭയത്തിൽ അവൾ നിൽക്കുകയാണ്. പയ്യെ പയ്യെ തിരിച്ചു വരുന്നുണ്ട്. പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ആ ഒരു വയസ്സായിട്ടുള്ള ലേഡി ഉണ്ടല്ലോ ഓലിൻ, അവര് വരികയാണ്. അവളുടെ ഷോൾഡറിൽ കൈവെക്കാണ്. വാ നമുക്ക് പോവാന്ന് പറയണം. അങ്ങനെ പതിയെ ഈ ഓലിന്റെ കൂടെ മീന് പോകുന്ന സമയത്ത് ഓലിൻ പറയാണ്, ഞങ്ങളും ഇതുപോലെ ഒരുപാട് നാളായിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ നോക്കുന്നുണ്ട്, പക്ഷെ അതിന് പറ്റുന്നില്ലായിരുന്നു. പിന്നെ കാടിന്റെ പല ഭാഗത്തായിട്ട് നീ ഇതുപോലുള്ള പോയിന്റുകൾ കണ്ടിട്ടുണ്ടോ, പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് ഇതൊരു പ്രത്യേക സർക്കിളിൽ ഈ ഒരു ബോർഡ് ഇങ്ങനെ പല ഭാഗത്തായിട്ട് കുത്തി വെച്ചിട്ടുണ്ട്. അതായത് കാടിന്റെ ഈ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ കാട്ടിന്റെ ഉള്ളിൽ മറഞ്ഞു പോകും. അതുപോലെ തന്നെ ഈ ഒരു കാട് നമ്മൾക്ക് പല ഹാലൂസിനേഷൻ എഫക്റ്റും തരും. നമ്മൾ വിചിത്രമായിട്ടുള്ള പല കാര്യങ്ങളും കേൾക്കാനും കാണാനും തുടങ്ങും. അതൊന്നും റിയാലിറ്റി അല്ല. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചത് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കുള്ള വഴി കാണിച്ചത് പ്രൊഫസർ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. പക്ഷേ അയാൾക്ക് എന്ത് സംഭവിച്ചു, ഇവിടെ എന്താ നടക്കുന്നത് എന്നതിനെ കുറിച്ചൊന്നും എനിക്കൊന്നും അറിയില്ല. ആ പിള്ളേരാണ് ഓരോ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നെ. എന്തായാലും രാത്രി ആവാനായി. രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ, ആ ഒരു ബങ്കറിന്റെ ഉള്ളിലേക്ക് പോവാം. അങ്ങനെ ഇപ്പൊ മീനയും കൂട്ടിയിട്ട് ഓലി നേരെ ആ ഒരു ബങ്കറിന്റെ ഉള്ളിലേക്ക് വരികയാണ്. അവിടെ എത്തിയിട്ട് മീനയ്ക്ക് എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടത് ഒന്നും മനസ്സിലാവുന്നില്ല. വല്ലാത്തൊരു കുടുക്ക് തന്നെ. ഒരു പക്ഷിയെ ഡെലിവറി ചെയ്യാനായിട്ട് ലൊക്കേഷൻ നോക്കി വന്നതാണ്, വഴി തെറ്റി ഇങ്ങനെ ഈ കാട്ടിലേക്ക് എത്തി. വല്ലാത്തൊരു സിറ്റുവേഷനിൽ വന്ന് പെട്ടുപോയി. ആദ്യമായിട്ടാണ് ലൈഫിൽ ഇതുപോലൊരു കാര്യം എക്സ്പീരിയൻസ് ആവുന്നത്. അതുപോലെ തന്നെ രാത്രിയായ സമയത്ത് ഇവർക്ക് പുറത്തേക്കുള്ള കാഴ്ചകളൊന്നും കാണാൻ കഴിയുന്നില്ല. ആ കണ്ണാടിയിലൂടെ ഇവരുടെ പ്രതിബിംബം മാത്രം കാണാൻ കഴിയുന്നുണ്ട്. ഡാനിയൽ ഇപ്പോൾ അതിന്റെ മുന്നിൽ പോയിട്ട് ആ വാച്ചേഴ്സ് അവർക്ക് കാണാനായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ കാണിക്കുകയാണ്. അതുപോലെ തന്നെ സിയാറയും അവർക്ക് കാണാനായിട്ട് എന്തൊക്കെയോ ഡാൻസ് പോലെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ നോക്കി മീൻ അങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയിപ്പോ. രാവിലെ ആയിട്ടുണ്ടെങ്കിൽ ആ ബങ്കറിന്റെ പുറത്ത് എന്തായാലും വാച്ചേഴ്സ് ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ സിയാറ മീനെയും കൂട്ടിയിട്ട് ആ ഒരു കാട്ടിലേക്ക് പോവാണ്. അതായത് കാടിൽ പല ഭാഗത്തായിട്ട് ഔഷധ ചെടികളുണ്ട്. അപ്പൊ അതെല്ലാം ശേഖരിക്കുന്ന ഒരു പണി നമ്മുടെ സിയാറയ്ക്ക് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ സിയാറ ഇപ്പൊ മീനയോട് ഒരു കാര്യം പറയണം, ഞാൻ നിന്നെ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചത് എന്റെ ഭർത്താവ് പറഞ്ഞു വിട്ട ആരെങ്കിലും ആയിരിക്കാന്നാണ്. നിനക്ക് എന്റെ ഭർത്താവിനെ അറിയോ, ജോണ്? ഈ സമയത്ത് മീന പറയണ, ഏയ് എനിക്ക് നിന്റെ ഭർത്താവിനൊന്നും അറിയില്ല. അതായത് കഥയുടെ ആരംഭത്തിൽ ഈ കാട്ടിലേക്ക് വന്ന് രാത്രി ആ കാട്ടിൽ വെച്ച് തന്നെ മറഞ്ഞുപോയ ഒരാളെ കാണിച്ചില്ലേ, ജോണ്. ആ ജോണാണ് സിയാറയുടെ ഭർത്താവ്. എന്തായാലും തന്റെ ഭർത്താവ് അയച്ച ആളല്ല മീന എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ അവൻ മരണപ്പെട്ടു എന്നുള്ള കാര്യം ഇപ്പൊ സിയാറയ്ക്ക് അറിയില്ല കേട്ടോ. എന്തായാലും സിയാറ കാട്ടിൽ വിചിത്രമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഇപ്പൊ മീനയ്ക്ക് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കുഴിയുടെ മുന്നിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോവാണ്. കാണുമ്പോൾ തന്നെ പേടിയാവുന്ന ഭൂമിയുടെ അടിയിലേക്ക് വലിയൊരു തുരങ്കം പോലെയുള്ള ഒരു കുഴി. എന്നിട്ടിപ്പോ ഈ സിയാറ മീനയോട് പറയണതാ, ഈ കുഴി കണ്ടോ, ഇതിന്റെ ഉള്ളിലാണ് പകൽ സമയത്ത് ഈ വാച്ചേഴ്സ് പോയിരിക്കുക. കാരണം അവർക്ക് സൂര്യപ്രകാശം മേത്ത് തൊടിയിക്കാൻ പറ്റില്ല. അതവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. എന്നാൽ ശരിക്കും നമ്മുടെ മീനയ്ക്ക് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. വാച്ചേഴ്സ്, ബങ്കർ രാത്രിയാകുമ്പോൾ വരും, പകലാകുമ്പോൾ പോവും. ഈ കാര്യങ്ങളൊന്നും അവൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല കേട്ടോ. എന്തായാലും കുറച്ച് ഭക്ഷണത്തിലുള്ള കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഈ ഒരു ബങ്കറിന്റെ പുറത്തിരുന്നുകൊണ്ട് അത് പാചകം ചെയ്ത് രാത്രി ആകുമ്പോഴേക്കും ഇവർ വേഗം തന്നെ ആ ഒരു ബങ്കറിന്റെ ഉള്ളിൽ കയറി വാതിൽ നല്ല ശക്തിയായിട്ട് അടക്കും. അങ്ങനെ രാത്രി എല്ലാവരും ബങ്കറിന്റെ ഉള്ളിൽ അവരങ്ങനെ ഇരിക്കുകയാണ്.
ഇരിക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയത്ത് മീന എന്തൊക്കെയോ ചില കാലൊച്ചകൾ കേൾക്കുന്നത്, ചില അപശബ്ദങ്ങൾ. സോ അതെന്താണെന്ന് അറിയാൻ ആ ഒരു ക്യൂരിയോസിറ്റി, അത് കാരണം അവൾ ആ ഒരു കണ്ണാടിയിലേക്ക് ചെവി ഇങ്ങനെ അടുപ്പിച്ച് വെക്കുകയാണ്. എന്നാൽ പിന്നീട് കേട്ട ആ ഒരു ശബ്ദം കാരണം അവൾ പേടിച്ച് പിന്നിലേക്ക് വീഴാണ്. എന്നാൽ ആ ഒരു ശബ്ദം പിന്നീട് ഘോരമായിട്ട് വീഴാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഓലീൻ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ മീനയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ആ ഒരു കണ്ണാടിയുടെ മുന്നിൽ കൊണ്ടിട്ട് ശരിക്കും സ്റ്റഡി വടിയായിട്ട് നിർത്തിക്കുകയാണ്. അതോടുകൂടിയിട്ട് ആ ഒരു ശബ്ദം അതില്ലാതാവുകയാണ്. അതായത് പുറത്ത് നിൽക്കുന്ന ആ ഒരു വാച്ചേഴ്സിന് ഇവരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ കഴിയണം. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ഇപ്പൊ ഡാനിയുടെ കൂടെ ആ ഒരു കാട്ടിലേക്ക് നമ്മുടെ മീൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവന്റെ പണി എന്താ വെച്ചാൽ ഈ കഴിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ പക്ഷികളെ വേട്ടയാടലാണ്. അങ്ങനെ ചെറിയ ട്രാപ്പും കാര്യങ്ങളൊക്കെ അവനിപ്പോ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മീനെ ചുറ്റും നോക്കുന്ന സമയത്ത് പല രൂപങ്ങളെയും അവൾക്ക് ഈ മരത്തിന്റെ ഇടയിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവൾ ഒച്ചയും വിളിയൊന്നും ഉണ്ടാക്കുന്നില്ല. അവൾക്ക് മനസ്സിലായി ഇത് വെറും ഒരു ഹാലൂസിനേഷൻ ആണെന്ന്. ഇപ്പൊ ഡാനിയലിനോട് മീന് ചോദിക്കണം, അല്ല നീ ഇവിടെ വന്ന് പെട്ടിട്ട് ഏകദേശം എത്ര ദിവസമായിട്ടുണ്ടാവും? ഇപ്പോ ഡാനിയൽ പറയണ ദിവസോ, ഞാനിവിടെ വന്ന് പെട്ടിട്ട് 8 മാസമായി എന്ന് പറയണത്. ഇത് കേട്ടപ്പോ തന്നെ മീന ആകെ ഞെട്ടിപ്പോവാണ്. 8 മാസോ? അപ്പൊ ഞാനും അതുപോലെ തന്നെ ഒരുപാട് നാളിനി ഇവിടെ നിൽക്കേണ്ടി വരുമോ? അതുപോലെ തന്നെ 8 മാസമായിട്ടുണ്ടെങ്കിൽ നീ ആ ഒരു വാച്ചസിനെ കണ്ടിട്ടുണ്ടാവുമല്ലോ എന്ന് മീന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയണം. അതിനെ ആകെ കണ്ടത് ആ ഒരു ഓൾഡ് ലേഡി ഉണ്ടല്ലോ ഓലിൻ മാത്രമാണ് എന്ന് ഇവിടെ വെച്ച് നമ്മുടെ മീനയ്ക്ക് എന്തോ ഒരു സംശയം പോലെ. അവര് മാത്രമേ അതിനെ കണ്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ശരിക്കും വാച്ചേഴ്സ് ഉണ്ടോ എന്ന് വരെ അവൾ സംശയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡാനിയലിനെയും കൂട്ടിയിട്ട് സിയാറ അന്നൊരു കുഴി കാണിച്ചു കൊടുക്കില്ലേ, ഇതിന്റെ ഉള്ളിലാണ് വാച്ചേഴ്സ് പകലാകുമ്പോൾ പോയി താമസിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആ കുഴിയുടെ അടുത്തേക്ക് പോകണം, എനിക്ക് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങണമെന്ന് മീന പറയണം. അതുകൊണ്ട് തന്നെ അവനോട് ഹെൽപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു കയറ് കെട്ടി പയ്യെ നമ്മുടെ മീന ആ ഒരു കുഴിയുടെ അടിയിലേക്ക് ഇറങ്ങുകയാണ്. ആ ഇറങ്ങുന്ന ഭാഗത്ത് മാത്രമേ സൂര്യപ്രകാശം ഉള്ളൂ കേട്ടോ. പതിയെ ഒരു ലൈറ്ററും കത്തിച്ച് അവൾ ചുറ്റും നോക്കുമ്പോൾ പഴയ ഒരുപാട് വസ്തുക്കൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്തോ ഒന്ന് അവളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് അവൾക്ക് ഫീലായി. അധികം വൈകിയില്ല, ഒരു കൈ ഇപ്പോൾ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ സൂര്യപ്രകാശം തട്ടിയത് കൊണ്ട് തന്നെ ആ ഒരു കൈ പൂർണ്ണമായിട്ടും അവളുടെ അടുത്തേക്ക് വരുന്നില്ല. അവൾ വേഗം തന്നെ ഡാനിയലിനെ വിളിക്കുകയാണ്. ഡാനിയൽ കയറിട്ട് കൊടുത്തു. ആ കയറ് പിടിച്ചുകൊണ്ട് അവൾ മുകളിലേക്ക് കയറുകയാണ്. പിന്നെ അതിന്റെ അടിയിൽ നിന്ന് കിട്ടിയ പഴയ ഒരുപാട് വസ്തുക്കൾ, ക്യാമറ, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇവർ ആ ഒരു ബങ്കറിന്റെ ഉള്ളിലേക്ക് തന്നെ കൊണ്ടുപോവാണ്. ഇതേ സമയത്ത് ഓലിൻ ചോദിക്കുകയാണ്, നീ അപ്പൊ ആ ഒരു കുഴിയുടെ ഉള്ളിൽ പോയോ, എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മീന നുണ പറയാണ്, ഏയ് ഞാനൊന്നിനെയും കണ്ടിട്ടില്ല എന്ന് പറയണം. എന്തായാലും ഇവർക്ക് ആ ഒരു കുഴിയിൽ നിന്നും അതിന്റെ ചുറ്റുഭാഗത്ത് നിന്നും കിട്ടിയ ആ ഒരു പഴയ വസ്തുക്കൾ ഉപയോഗിച്ച് ചെറിയൊരു TV പോലെ നമ്മുടെ ഡാനിയൽ സെറ്റ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാമറ കിട്ടിയല്ലോ, ആ ക്യാമറ പുറത്ത് വെച്ച് രാത്രിയിൽ എന്താണ് നടക്കുന്നതെന്ന് ഇവർക്ക് ഇനി ആ ഒരു TVയിലൂടെ കാണാം. എന്തായാലും ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇവർ ഒരു ടേബിളിന് ചുറ്റും അങ്ങനെ ഇരിക്കുകയാണ്, ഈ വാച്ചേഴ്സിന് ഇവരെ കാണാൻ പാകത്തിൽ. അങ്ങനെ രാത്രിയായി ഇവർ ആ ഒരു TVയിലേക്ക് നോക്കുന്ന സമയത്ത് 2 കാലുകൾ കാണുകയാണ്. ഇനിയിപ്പോൾ അതൊരു ജീവികളാണോ അല്ലെങ്കിൽ ശരിക്കുള്ള മനുഷ്യനാണോ എന്ന് അവർക്ക് തിരിയുന്നില്ല. കാരണം ആ കാലുകൾ ഏകദേശം മനുഷ്യനെ പോലെ തന്നെയായിരുന്നു. പിന്നീട് പതിയെ അങ്ങോട്ടേക്ക് വന്ന ആ ആള് സംസാരിക്കാൻ തുടങ്ങുകയാണ്. അതൊരു മനുഷ്യൻ തന്നെയാണ്. ആ മനുഷ്യൻ അത് മറ്റാരുമല്ല, നമ്മുടെ സിയാറയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ജോൺ ആയിരുന്നു. ഇപ്പൊ ജോൺ വന്നിട്ട് സിയാറോട് പറയാണ്, സിയാറ വാതിൽ തുറക്ക്, ഞാനാണ് ജോണാണ് എന്നൊക്കെ പറയുമ്പോൾ സിയാറ വേഗം തന്നെ ഓടിച്ചെന്ന് ആ ഒരു വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ ഓലിൻ അതിനെ തടുക്കുകയാണ്. വേണ്ട, ഈ സമയത്ത് ഇത് തുറക്കണ്ടെന്ന് പറയാണ്. കാരണം പല രീതിയിലും അവറ്റകൾ, ആ ഒരു ഒബ്സർവേഴ്സ്, വാച്ചേഴ്സ് നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടി നോക്കും, അതിൽ നമ്മൾ വീണു പോകരുത്. ഈ സമയത്ത് സിയാറ പറയണു, ഓക്കെ ഞാൻ തുറക്കാൻ പോകുന്നില്ല, പക്ഷെ എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം അവൻ എന്റെ ഹസ്ബൻഡ് ആണോ അല്ലയോ എന്നുള്ളത്. സിയാറ അവരുടെ ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കുകയാണ്, ഒരു പുസ്തകത്തിനെ കുറിച്ച്. എന്നാൽ ഇത് കേട്ടപ്പോൾ പുറത്തുണ്ടായിരുന്ന ജോൺ ഉരുണ്ട് കളിക്കുകയാണ്. അവനൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പൊ തന്നെ സിയാറയ്ക്ക് കാര്യം മനസ്സിലായി, ഇത് അവളുടെ ഹസ്ബൻഡ് അല്ല എന്ന്. അതുകൊണ്ട് അവൾ വാതിൽ തുറന്നില്ല. മാത്രമല്ല ഇതേ സമയത്ത് തന്നെ വാതിൽ തുറക്കാത്തതുകൊണ്ട് ജോൺ ഇപ്പൊ നേരെ ആ ഒരു ക്യാമറയുടെ മുന്നിൽ വന്ന് അവന്റെ മുഖം കാണിച്ചു കൊടുക്കുകയാണ്. ശരിക്കും അവന്റെ അതേ ഫേസ് തന്നെ. സിയാറ ആകെ ഞെട്ടിപ്പോയി. അടുത്ത നിമിഷം തന്നെ വാച്ചേഴ്സ് വന്നിട്ട് ഇവനെ വലിച്ചെടുത്ത് കൊണ്ടുപോകണം കേട്ടോ. ഇത് കണ്ട സമയത്ത് സിയാറ ആകെ തകർന്നു പോകുന്നുണ്ട്. അതായത് സ്വന്തം കെട്ടിയവനെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ, വാതിൽ തുറന്നാ മതിയായിരുന്നു എന്നൊക്കെ അവൾക്ക് തോന്നുകയാണ്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ഇവർ ആ ഒരു കുഴിയിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന എല്ലാ സാധനവും ഓലിൻ അതിലേക്ക് തന്നെ കൊണ്ടിടുകയാണ്. എന്നിട്ട് ഇവരെ നോക്കിയിട്ട് പറയാണ്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ? ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ റൂൾസ് അതിനൊരിക്കലും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഒരിക്കലും ഈ ഒരു കുഴിയുടെ ഉള്ളിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. റൂൾസ് അതെപ്പോഴും ഫോളോ ചെയ്യും. എന്നാലേ എന്തെങ്കിലും ഒരിക്കൽ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റുള്ളൂ. എന്തായാലും ബങ്കറിലേക്ക് തന്നെ മീന തിരിച്ചെത്തുകയാണ്. അതുപോലെ തന്നെ അവൾ പിന്നീട് ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു കേട്ടോ. പഴയ ചില കാര്യങ്ങളൊക്കെ അവൾ ഓർക്കുന്നുണ്ട്. ചെറിയ പ്രായത്തിൽ മീന, അവളുടെ സഹോദരി, അതുപോലെ തന്നെ അവരുടെ അമ്മ, അതായിരുന്നു അവരുടെ ആ ഒരു ഫാമിലി. മീനയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം കുരുത്തക്കേടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അങ്ങനെ ഇവർ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സൈഡ് മിറർ ഉണ്ടല്ലോ, അതിന്റെ ഒരു സ്വിച്ച് ഞെക്കിയും താത്തിയും അവളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ അമ്മ പിറകിലേക്ക് തിരിഞ്ഞു നോക്കി മീന ഒന്ന് അടങ്ങിയിരിക്കുന്നു പറയാണ്. എന്നാൽ അതേ സമയത്തിന് ഓപ്പോസിറ്റ് വന്ന ഒരു ലോറിയിൽ ഇവരുടെ കാർ ഇടിച്ച് അവളുടെ അമ്മ മരണപ്പെട്ടു പോയി. മീനയും അവളുടെ ആ ഒരു ചേച്ചിയും രക്ഷപ്പെട്ടു. അപ്പൊ മീന കാരണമാണല്ലോ അമ്മ മരിച്ചത് എന്നുള്ള ആ ഒരു കുറ്റബോധം അവളുടെ ഉള്ളിൽ ഇപ്പോഴും ഇത്ര വലുതായിട്ട് അങ്ങോട്ട് മാറുന്നില്ല. സോ അതിന്റെ ആ ഒരു ഡിപ്രഷൻ, ഇവിടെ പെട്ടുപോയതിന്റെ ആ ഒരു ടെൻഷൻ എല്ലാം കൂടിയായിട്ട് അവൾ ഇതിൽ നിന്ന് മറികടക്കാനായിട്ട് ചുമ്മാ പകല് പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ആ ഒരു സൈൻ ബോർഡുകൾ അത് എവിടേക്കാണെന്ന് നോട്ട് ചെയ്തിട്ട് അവരൊരു പുസ്തകത്തിൽ എഴുതി വെക്കും. അതുപോലെ തന്നെ പലതരം ഔഷധ ചെടികളുണ്ടല്ലോ, ഇതിനെക്കുറിച്ചും അവൾ ആ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കാട്ടിലൂടെ പോകുമ്പോൾ ആ ഡാനി അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള ഓലിൻ ഇവർ രണ്ടുപേരും കൂടെ എന്തൊക്കെയോ പറഞ്ഞ് വഴക്ക് കൂടുന്നതായിട്ട് നമ്മുടെ മീന കാണുകയാണ്. എന്നാൽ അങ്ങോട്ടേക്ക് മീന പോവാതെ നേരെ ആ ഒരു ബങ്കറിന്റെ ഉള്ളിലേക്ക് പോവാണ്. എന്നാൽ അതിന്റെ ഉള്ളിലായിട്ട് സിയാറ ആണെങ്കിൽ ഭയങ്കര ഷോകായിട്ട് അവൾ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ മീന പറയുന്നത്, ഞാൻ കുറെ വഴികളൊക്കെ കണ്ടുപിടിച്ചു
ഓടിച്ചിട്ടുണ്ട്, നമുക്കന്ന് അതിനെക്കുറിച്ച് നോക്കാന്ന് പറഞ്ഞ് നിലത്ത് അതൊക്കെ വരക്കുന്നുണ്ട്. ഇത് വരച്ചു കഴിഞ്ഞിട്ട് മീനെ തിരിഞ്ഞു നോക്കുമ്പോൾ സിയാറെ അവിടെ കാണാനില്ല. പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവൾ എവിടേക്കാ പോയത്. സോ അവളുടെ പിന്നാലെ അങ്ങനെ പോയി നോക്കുമ്പോൾ സിയാർ ആ ഒരു കുഴിയുടെ അടുത്ത് പോയി നിൽക്കുകയാണ്. അതും ഒരു പ്രത്യേക ഭാവത്തിൽ. ഇപ്പൊ മീനയോട് പറയാണ്, എന്റെ ഭർത്താവിനെ ജോണിനെ ഇതിന്റെ ഉള്ളിലേക്കാണല്ലോ അവര് വലിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവുക, ഒരു കാര്യം ചെയ്യ്, നീ എന്നെയും ഇതിന്റെ ഉള്ളിലേക്ക് തന്നെ തട്ടിയിട്ടോ എന്ന് മീന പറയാണ് കേട്ടോ. അതായത് ഒരുമാതിരി ഒരു പ്രാന്തമായ അവസ്ഥയിലേക്ക് സിയാറ വന്നിട്ടുണ്ട്. ഇതേ സമയത്താണ് ഓലിൻ ഉണ്ടല്ലോ അവരുടെ ശബ്ദം കേൾക്കുന്നത്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇവർ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഈ ഓലിനെ നമ്മുടെ ഡാനിയൽ കെട്ടിവെച്ചിരിക്കുകയാണ്. അതായത് അവൻ എന്തൊക്കെയോ ഹാലൂസിനേഷൻ തോന്നിയിട്ട് അവൻ ആക്രമിക്കാൻ വരികയാണ് ഈ ഓലിൻ എന്ന് തോന്നിയിട്ട് അവരെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഇവരെന്തായാലും ഓലിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നേരം ഇരുട്ടിയിട്ടുണ്ട്, സൂര്യപ്രകാശം പോയിട്ടുണ്ട്. ആകെ പിടിച്ചുപോയ സിയാറ അതുപോലെ തന്നെ ഡാനിയൽ രണ്ടുപേരും കൂടെ ആ ഒരു ബങ്കറിന്റെ അടുത്തേക്ക് ഓടുകയാണ്. എന്നാൽ ഈ ഓലിനെ ഇവിടെ ഒറ്റയ്ക്കിട്ട് വരാനായിട്ട് നമ്മുടെ മീനയ്ക്ക് മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കെട്ടുകൾ കത്തിവെച്ച് മുറിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഓടി വന്ന് ഇവർ ആ ഒരു ബങ്കറിന്റെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും ഈ സിയാറയും ഡാനിയലും അതിന്റെ ഉള്ളിൽ കയറി വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വാതിൽ തുറക്കാനായിട്ട് പല തവണയായിട്ട് തട്ടി മീനയും അതുപോലെ തന്നെ ഓലിനും പറയുന്നുണ്ടെങ്കിലും ഇവരുള്ളിൽ നിന്നും തുറക്കുന്നില്ല. കാരണം റൂൾസ് അങ്ങനെയാണല്ലോ, സന്ധ്യാനേരം ആയി കഴിഞ്ഞാൽ ഇത് പോടണം. പിന്നെ എന്ത് കാരണവശാലും എന്തുണ്ടായാലും ഇത് തുറക്കാൻ പാടില്ല. പല രീതിയിലും മീനയും അതുപോലെ തന്നെ ഓലിനും പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരും തുറക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഓലിൻ മീനയും കൂട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ പൊത്തിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. അധികം വൈകിയില്ല ആ ഒരു ശബ്ദം ഇവർ അടുത്തടുത്തായിട്ട് കേൾക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ആ ഒരു വാച്ചേഴ്സ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ആ ഒരു കണ്ണാടി കൂടിനുള്ളിലൂടെ ഇവരെ നോക്കുകയാണ്. ഈ സമയത്താണ് ആ രൂപത്തെ നമ്മുടെ മീന ആദ്യമായിട്ട് കാണുന്നത്. കണ്ടാൽ രണ്ട് കാലും അതുപോലെ തന്നെ കൈകളൊക്കെ ഉണ്ട്, എന്നാൽ ഒരു അമാനുഷികമായിട്ടുള്ള മറ്റെന്തോ ഒരു രൂപം, ഇതുവരെയായിട്ടും കാണാത്ത ഒരു വല്ലാത്ത രൂപം. ഇപ്പോഴും വ്യക്തമായിട്ടൊന്നും അതിനെ കാണാൻ കഴിയുന്നില്ല, അവ്യക്തമായിട്ടുള്ള രൂപം. എന്തായാലും ഒരെണ്ണം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് ആ ഒരു ഗ്ലാസിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണ്. നോക്കിയതിനു ശേഷം രണ്ടാളെ മാത്രമല്ലേ അതിന്റെ ഉള്ളിൽ കാണുന്നുള്ളൂ. ഇത് വല്ലാത്ത രീതിയിൽ അലറുകയാണ്. അത് കേട്ട് ഒരുപാട് ഇതുപോലെയുള്ള ജീവികൾ വരികയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയുന്നുണ്ട്. മാത്രമല്ല എല്ലാം കൂടി പിന്നീട് കാടിന്റെ പല ഭാഗത്തേക്ക് പോയിട്ട് ബാക്കിയുള്ള രണ്ടാൾക്കാരെ സെർച്ച് ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ ഒരു ഗ്യാപ്പിന് വേഗം തന്നെ മീന അതുപോലെ തന്നെ ഓലിൻ ആ ഒരു വാതിലിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഒരുപാട് തവണ മുട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡാനിയലിനോട് പറയുന്നത്, ഡാനിയൽ ഇപ്പൊ നീ ഒരു വാതിൽ തുറന്നിട്ടില്ലെങ്കിൽ ലൈഫിൽ മുഴുവനായിട്ട് നീ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും, ദയവ് ചെയ്ത് തുറക്കടാ എന്ന് പറഞ്ഞ് അവസാനം എന്തോ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഡാനിയൽ തുറക്കാണ്. വേഗം തന്നെ മീനയും അതുപോലെ ഒലിനും ഉള്ളിലേക്ക് വന്നു. പിന്നീട് ആ ഒരു വാതിൽ ക്ലോസ് ചെയ്തു. 4 പേരും പോയിട്ട് ആ ഒരു ഗ്ലാസിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ഇതിനുശേഷമാണ് ഭയങ്കര വയലന്റ് ആയിരുന്ന ആ ഒരു ജീവികൾ ഒന്ന് കാമാകുന്നത്. ഇപ്പൊ ഒച്ചയൊന്നും ഉണ്ടാക്കുന്നില്ല, കാരണം 4 പേരെയും ആ ഒരു കൂടിനുള്ളിൽ കാണുന്നുണ്ടല്ലോ. എന്തായാലും ഇങ്ങനെ സ്റ്റഡി ആയി നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ഓലിൻ അവരുടെ കഥ പറയാണ്. അവർ ശരിക്കും ഒരു ഹിസ്റ്ററി പ്രൊഫസർ ആയിരുന്നു. ഈ കാടിനെ കുറിച്ചും ഇതിന്റെ ദുരൂഹതയെ കുറിച്ചൊക്കെ അവർക്ക് ഒരുപാട് പഴയ ബുക്കുകളിൽ നിന്ന് വായിച്ചപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇതിന്റെ രഹസ്യം തേടി ഇങ്ങോട്ടേക്ക് വന്നു. നമ്മുടെ ഡാനിയൽ ഒരു വട്ടം പറഞ്ഞായിരുന്നല്ലോ, ഈ ഒരു ജീവിയെ നേരിട്ട് കണ്ട് ഒരേ ഒരാൾ ഈ ഓലിൻ മാത്രമാണെന്ന്. അന്ന് ഓലിൻ ആ ഒരു ജീവിയെ കണ്ടു. അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള അവളുടെ അതേ രൂപത്തിൽ തന്നെയാണ് അന്ന് ആ ഒരു ജീവി ഉണ്ടായിരുന്നത്. അതായത് ഈ ജീവികൾക്ക് ആരെങ്കിലും കണ്ടാൽ അവരുടെ രൂപത്തിലേക്ക് മാറാൻ കഴിയും. അതുപോലെ തന്നെ ആരുടെ രൂപത്തിലേക്കാണോ മാറുന്നത് അവരുടെ ശബ്ദവും അതേ രീതിയിൽ തന്നെ ഇവറ്റകൾക്ക് അനുകരിക്കാൻ കഴിയും. പണ്ടുള്ള ആൾക്കാർക്ക് ഈ ജീവികളെ കുറിച്ച് അറിയായിരുന്നു. എന്തോ ഒരു മാജിക്കൽ ക്രിയേച്ചേഴ്സ് അല്ലെങ്കിൽ ഫെയറി ടൈൽസ് അങ്ങനെ എന്തൊക്കെയോ ആണ് ഇവർ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. പണ്ട് കാലങ്ങളിൽ മനുഷ്യരും ഈ ഒരു ജീവികളൊക്കെ ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഓലിൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതേ നേരം തന്നെ ഇവരുടെ ആ ഒരു വാതിലുണ്ടല്ലോ ഇതിന്റെ അരികിലേക്ക് വന്നിട്ട് ആരൊക്കെയോ തട്ടി വിളിക്കുകയാണ്. ആദ്യം മീനയുടെ ശബ്ദത്തിൽ വാതിൽ തുറക്ക് ഡാനി, സിയാറ, ഓലിൻ വാതിൽ തുറക്ക്, ഇത് ഞാനാണ്, മീനയാണ്. അത് കഴിഞ്ഞപ്പോൾ സിയാറയുടെ ശബ്ദം, അത് കഴിഞ്ഞപ്പോൾ ഡാനിയലിന്റെ ശബ്ദം, ഇതും കഴിഞ്ഞപ്പോൾ ഓലിന്റെ ശബ്ദം. അതായത് ഈ ജീവികള് വല്ലാത്ത രീതിയിൽ ഓരോരുത്തരുടെയും ശബ്ദം അനുകരിക്കുകയാണ് ആ വാതിൽ തുറന്ന് ഇവരുടെ അടുത്തേക്ക് വരാനായിട്ട്. എന്ന് ഇവര് പേടി കാരണം, അല്ലെങ്കിൽ ഇവർക്ക് അറിയാലോ അത് ആ ഒരു ജീവികളാണ്. എന്തായാലും വാതിൽ തുറന്നില്ല. അതുകൊണ്ട് തന്നെ ശക്തിയായിട്ട് ഈ ജീവികൾ വാതിലിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങാനും പൊട്ടിപ്പോവോ എന്നുള്ള ആ ഒരു ഭയം കാരണം അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിൾ ആദ്യമായിട്ട് നീക്കിയിട്ട് ഈ വാതിലിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ഇവർ പ്രസ്സാക്കി വെക്കുകയാണ്. അതായത് ആ ഒരു വാതിൽ പൊളിയാതിരിക്കാനായിട്ട്. അപ്പോഴാണ് ഇവരൊരു കാഴ്ച കാണുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടേബിൾ മാറ്റിയപ്പോൾ ഇതിന്റെ അടിയിലായിട്ട് ഒരു ഡോറ് പോലെ, ആ ഡോറ് ഇവർ തുറന്നു നോക്കുമ്പോൾ അടിയിലൊരു മറ്റൊരു എന്താ പറയുക ഒരു ബേസ്മെന്റ്, മറ്റൊരു ബങ്കറായിരുന്നു. എന്തായാലും വേഗം തന്നെ ഇവർ 4 പേരും അതിന്റെ ഉള്ളിലേക്ക് കടന്നു. ആ ഒരു ഡോർ അടച്ചു. അടുത്ത നിമിഷം തന്നെ ആ ഒരു ചില്ല് തകർത്തുകൊണ്ട് വാച്ചേഴ്സ് ഉള്ളിലേക്ക് വരികയാണ്. എന്തായാലും ഈ ഒരു ബങ്കറിന്റെ അടിഭാഗത്തേക്ക് ഇവർ വന്നു നോക്കുമ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഒരുപാട് ഷെൽഫുകളിലായിട്ട് ഒരുപാട് നാളത്തേക്ക് ഇവർക്ക് നിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണവും ബാക്കിയുള്ള കാര്യങ്ങളും, പിന്നെ ഒരുപാട് കമ്പ്യൂട്ടറും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കി വെച്ചതും ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയതൊക്കെ ആ ഒരു പ്രൊഫസറാണ്. ആ പ്രൊഫസർ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. അയാൾക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും ആർക്കും അറിയില്ല. നമ്മുടെ മീനെ പിന്നീട് വേഗം തന്നെ പോയിട്ട് ആ ഒരു കമ്പ്യൂട്ടർ ഓൺ ആക്കുകയാണ്. ഇന്റർനെറ്റ് കണക്ഷനും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ അതിൽ റെക്കോർഡ് ചെയ്തതെന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോകൾ ഉണ്ടായിരുന്നു. ആ വീഡിയോ 1 മുതൽ പ്ലേ ചെയ്യുമ്പോൾ ആ ഒരു പ്രൊഫസറാണ് ഇത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ പ്രൊഫസർ അയാളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. 2009 ഞാൻ ഈ ഒരു കാട്ടിലേക്ക് വന്നത്. ശരിക്കും ആ ഒരു ജീവികൾ, ഫെയറി ടൈൽസ്, വാച്ചേഴ്സ്, ഒബ്സർവേഴ്സ് എന്ത് വേണമെങ്കിലും അവരെ പറയാം. അവരെക്കുറിച്ച് പഠിക്കാനും ഒബ്സർവ് ചെയ്യാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയത്. ഞാൻ അവരെക്കുറിച്ച് പഠിക്കുന്നത് പോലെ തന്നെ അവർക്ക് എന്നെക്കുറിച്ചും അറിയണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതുപോലെ ഒരു ചില്ലിന്റെ സിസ്റ്റം ഉണ്ടാക്കിയിട്ട് രാത്രി അതിന്റെ മുന്നിൽ പോയി നിന്നത്. പിന്നീട്
ഓരോ വീഡിയോകളായിട്ട് മീൻ ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കുകയാണ്. അതിലൊരു വീഡിയോയിൽ ഈ പ്രൊഫസർ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് എന്റെ ഈ പരീക്ഷണത്തിനായിട്ട് എനിക്ക് ഒരുപാട് ആൾക്കാർ വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ ആരോടും വലിയ അടുപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒറ്റപ്പെട്ടിട്ടുള്ള ആൾക്കാരെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരായിരുന്നു എന്റേതായ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആ ആൾക്കാരാണ് ആ ഒരു പമ്പിന്റെ അവിടെ വെച്ച് മിസ്സായി എന്ന് പറഞ്ഞിട്ട് കുറെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടില്ലേ, അങ്ങനെയുള്ള ആൾക്കാർ. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഫസറിന്റെ വീഡിയോയുടെ ബേക്കിലായിട്ട് ഒരു കോഡ് ഇവർ കാണുന്നുണ്ട്, വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടാണ്. അപ്പൊ അതിൽ ഈ ഒരു ബങ്കറിന്റെ ഉള്ളിലായിട്ട് ഒരു കോഡ് ഉണ്ടായിരുന്നു. ആ കോഡിനുള്ളിൽ ഒരു ക്രിയേച്ചറെ ഓൾറെഡി ഈ ഒരു പ്രൊഫസർ പിടിച്ച് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല ആ ഒരു ജീവിയോട് പ്രൊഫസർ സംസാരിക്കാൻ ശ്രമിക്കുന്നതായിട്ടും ആ ഒരു വിഷ്വലിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഓരോ വീഡിയോകൾ പ്ലേ ചെയ്ത് അവസാനത്തെ ആ ഒരു വീഡിയോ ഇപ്പൊ ഇവർ കാണുകയാണ്. ശരിക്കും അതായിരുന്നു ഏറ്റവും ഷോക്കിംഗ് ആയിരുന്നത്. പ്രൊഫസറുടെ അവസാനത്തെ വീഡിയോയിൽ എങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ഇറങ്ങി പുറപ്പെട്ട ഈ ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഈ ഒരു റിസർച്ച് ഇത് മഹാ അബദ്ധമായിരുന്നു. മനുഷ്യന്മാർക്ക് ഗുണമുണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. എന്നാൽ ഇത് മനുഷ്യർക്ക് ദോഷം മാത്രമേ ചെയ്യുള്ളൂ. ഒരു രീതിയിലും എന്റെ ഈ റിസർച്ചോ എന്റെ ഈ കണ്ടുപിടുത്തങ്ങളോ തേടിക്കൊണ്ട് ആരും വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവസാനമായിട്ട് ഈ ഒരു വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്റെ കോളേജിൽ എന്റെ ഓഫീസ് റൂമിലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ച ഒരു രേഖ അത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കാണുകയാണെങ്കിൽ അതെന്തായാലും അങ്ങോട്ടേക്ക് പോയിട്ട് നിങ്ങൾ നശിപ്പിക്കണമെന്ന് ആ അവസാനത്തെ വീഡിയോയിൽ ഈ പ്രൊഫസർ പറയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാട്ടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു വഴിയുണ്ട്, അതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഒരുപാട് സൈൻ ബോർഡ് കാടിന്റെ പല ഭാഗത്തായിട്ട് കണ്ടിട്ടില്ലേ, അതിൽ 135 എന്ന സൈൻ ബോർഡിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പക്ഷികൾ പറന്നു പോകുന്ന ഡയറക്ഷനിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു തടാകം കാണും. അവിടെ ഒരു ബോട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതുമായിട്ട് നിങ്ങൾക്ക് തുഴഞ്ഞ് നേരെ പോവുകയാണെങ്കിൽ പുറംകാട്ടിലേക്ക് എത്താൻ പറ്റും. ഇത് പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോയിൽ തന്നെ ഒരു കാര്യം കാണുന്നുണ്ട്. ഈ പ്രൊഫസർ മറ്റൊരു ഭാഗത്തേക്ക് പയ്യെ പോവാണ്. ഒരു വെടിയേച്ച് കേൾക്കുന്നുണ്ട്. ഇയാൾ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അവിടെ വെച്ച് തന്നെ പ്രൊഫസർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്തൊക്കെയായാലും രക്ഷപ്പെട്ടു പോകാനുള്ള ആ ഒരു വഴി ഇവർക്ക് കിട്ടിയല്ലോ. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് ഡാനിയലും അതുപോലെ തന്നെ സിയാറെ രണ്ടുപേരും നൃത്തം ചെയ്ത് അത് എന്താ പറയുക സെലിബ്രേറ്റ് ചെയ്യാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇവർ ആ ഒരു ബങ്കറിന്റെ വാതിൽ തുറന്ന് പതിയെ പുറത്തേക്ക് വരികയാണ്. ഓൾറെഡി മുകൾ ഭാഗം ആ ഒരു ജീവികളെ തകർത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ പകലായതുകൊണ്ട് തന്നെ ഇവറ്റകളൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. എന്തായാലും ഇവരിപ്പോൾ ആ ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാത്രമല്ല സൈൻ ബോർഡ് 134 അതിന്റെ അടുത്തേക്ക് വന്നിട്ട് പറവകൾ പോകുന്ന ഡയറക്ഷനിലേക്ക് പോകണമെന്നാണല്ലോ. നമ്മുടെ മീനയുടെ കയ്യിൽ ഓൾറെഡി ഡെലിവറി ചെയ്യാൻ വേണ്ടി അവൾ കൊണ്ടുവന്ന ആ ഒരു പക്ഷി ഉണ്ടായിരുന്നല്ലോ, അതിനെ കൂട് തുറന്ന് പുറത്തേക്ക് വിടുമ്പോൾ ഇതൊരു ഭാഗത്തേക്ക് പറന്നു പോവാണ്. ആ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ ഇവരങ്ങനെ ഓടി പോകുന്നുണ്ട്. ആ സമയത്താണ് വിചിത്രമായിട്ടുള്ള ഒരു കല്ല് ഇവർ കാണുന്നത്. അത് വെറും ഒരു കല്ലല്ല, എന്തോ ഒന്നിനെ മൂടി വെച്ച അടപ്പ് പോലെയുള്ള ഒരു കല്ലായിരുന്നു. അതിന്റെ മുകളിലായിട്ട് ഒരു വിചിത്ര രൂപമെല്ലാം കൊത്തി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട സമയത്ത് നമ്മുടെ ഓലിൻ പറയാണ് ഇതെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഓലിൻ ഒരു ഹിസ്റ്ററി പ്രൊഫസർ ആണല്ലോ. അപ്പൊ ഓലിൻ ആ ഒരു മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇപ്പൊ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ആയിട്ട് ഇതുപോലെയുള്ള ഈ ഫെയറീസ് അതുപോലെ തന്നെ മനുഷ്യന്മാര് ഇവരൊക്കെ ഒരുമിച്ചാണ് ജീവിച്ചത്. അതായത് മനുഷ്യർക്കും പ്രകൃതിക്കും ഇടയിലുണ്ടായിരുന്ന ഒരു കണക്ഷൻ ആയിരുന്നു ഈ ഒരു ജീവികൾ. എന്നാൽ പോകെ പോകെ മനുഷ്യർക്ക് ഇവറ്റകളോട് ഒരു ഭയം തോന്നാൻ തുടങ്ങി. കാരണം ഇവർക്ക് ചില മാജിക്കൽ പവറൊക്കെ ഉണ്ടായിരുന്നു. മനുഷ്യനേക്കാൾ കുറച്ച് സുപ്പീരിയർ ആയിട്ടുള്ള ജീവികളായതുകൊണ്ട് തന്നെ അവയെ കീഴ്പ്പെടുത്തണമെന്ന് മനുഷ്യർ തീരുമാനിച്ചു. അങ്ങനെ ഈ ഫെയറികൾക്കും അതുപോലെ തന്നെ മനുഷ്യന്റെ ഇടയിലും ഒരു വലിയ യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൽ ഫെയറികളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ മനുഷ്യർ ഇവറ്റകളെ കീഴ്പ്പെടുത്തി ഒരു പാതാള ലോകം ഉണ്ടാക്കി അതിൽ ഇവറ്റകളെ മൂടിവെച്ചു. ഒരുപാട് നൂറ്റാണ്ടുകളായിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് ഈ മണ്ണിനടിയിൽ കിടക്കുന്ന ഈ ജീവികൾക്ക് അവരാരാണെന്ന് പോലും അവരുടെ രൂപം എന്താണെന്ന് പോലും അറിയില്ല. ഈ ഒരു കാര്യമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ പ്രൊഫസർ കണ്ടുപിടിച്ചത്. അതായത് ഈ ജീവികൾക്ക് അവരാരാണെന്നോ അവരെന്താണെന്നോ മനുഷ്യരെന്താണെന്നോ എന്നൊന്നും യാതൊരു അറിവുമില്ലായിരുന്നു. സോ അവർക്ക് എന്താണ് മനുഷ്യര്, അവരാരായിരുന്നു എന്ന് ആ ഒരു പഴയ ഓർമ്മ വീണ്ടെടുത്ത് കൊടുക്കാനാണ് പ്രൊഫസർ ഇതുപോലെയുള്ള ഒരു ഗ്ലാസിന്റെ സംവിധാനം ഉണ്ടാക്കിയത്. രാത്രി കാലങ്ങളിൽ ഈ ജീവികൾ വന്ന് മനുഷ്യനെ നോക്കി നിന്നതും അതിനു വേണ്ടിയിട്ടാണ്. എന്തായാലും കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാൻ പറഞ്ഞിട്ട് ഇവർ നേരെ മുന്നോട്ടേക്ക് പോവാണ്. അങ്ങനെ പോയി അവസാനം ഏകദേശം ഇരുട്ടാവാനായിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ഉള്ളിലൊക്കെ നല്ല പേടിയുണ്ട്. അവറ്റങ്ങളെങ്ങാനും വന്നാലും പിടിച്ചു കൊണ്ടുപോകല്ലോ. ആ സമയത്താണ് ഇവർ ആ ഒരു തടാകം കാണുന്നത്. അതിൽ ആ ഒരു ബോട്ടും ഉണ്ടായിരുന്നു. ഇവർ മൂന്നുപേരും അതായത് മീന, സിയാറ, ഓവലിൻ ഇവർ മൂന്നുപേരും കൂടെ അങ്ങോട്ടേക്ക് ഓടി പോകുന്ന സമയത്ത് ഡാനിയല് ചെറിയൊരു അബദ്ധം കാണിക്കുകയാണ്. അതായത് പിറകിൽ നിന്നും ആരോ വിളിക്കുന്ന ശബ്ദം കേട്ട് അവൻ അങ്ങോട്ടേക്ക് പോകണം. അത് സിയാറയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ജോൺ ആയിരുന്നു കേട്ടോ. എന്തായാലും മീന, സിയാറ, ഓവലിൻ ഇവർ ആ ഒരു ബോട്ടിൽ കയറിയിട്ട് അത് തൊഴയാൻ നിൽക്കുമ്പോഴാണ് ഡാനിയൽ അവൻ എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് അവന് തിരിഞ്ഞു നോക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഡാനിയൽ ഉണ്ടല്ലോ നമ്മുടെ ജോണിനെയും ഷോൾഡറിൽ അങ്ങനെ പിടിച്ചുകൊണ്ട് ഇതാ ഇവന് വയ്യ, വേഗം വാ, നമുക്ക് ഇവനെയും കൂടെ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞിട്ട് ഇവൻ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നിൽക്കുമ്പോൾ ഇപ്പൊ സിയാറ അതായത് ജോണിന്റെ ഭാര്യ തന്നെ പറയാണ് നീ അവനെ വിട്ടേക്ക്, അത് അവനല്ല, അത് നിനക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രാപ്പ് ആണ് എന്നൊക്കെ സിയാറ പറയുന്നുണ്ട്. എന്നാൽ ഇത് കേൾക്കാതെ തന്നെ ഡാനിയൽ ഈ ജോണിനെ കൊണ്ടുവരികയാണ്. അധികം വൈകിയില്ല, രൂപം മാറി വന്ന ആ ഒരു ക്രിയേച്ചർ അതിൽപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു അത് ഇപ്പൊ നമ്മുടെ ഡാനിയലിനെ കൊന്നുകളയാണ്. അധികം വൈകിയില്ല, ഒരുപാടധികം ക്രിയേച്ചേഴ്സ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരികയാണ്. അതിലൊരെണ്ണത്തിന് നമ്മുടെ ഡാനിയലിന്റെ രൂപവും വന്നിട്ടുണ്ട്. അതായത് ഡാനിയലിന്റെ രൂപത്തിനെ തന്നെ അത് സ്വീകരിച്ചിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഭയം കാരണം ഇവര് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ടേക്ക് തുഴഞ്ഞു പോവാണ് കേട്ടോ. നേരം വെളുക്കുന്നത് വരെ തുഴഞ്ഞു. അങ്ങനെ അവസാനം കുറെ ദൂരം എത്തിയ സമയത്ത് ഇവരൊരു പാലം കാണാണ്. ആ പാലത്തിന്റെ മുകളിലൂടെ ഒരു വാഹനം പോകുന്നതും കാണുന്നുണ്ട്. എന്തായാലും രക്ഷപ്പെട്ട് പുറത്തേക്ക് എത്തിയെന്ന് ഇവർക്ക് മനസ്സിലായി. വേഗം തന്നെ റോഡിലേക്ക് പോയി നിൽക്കാണ്. കൈ നീട്ടി ഒരു വാഹനം നിർത്തുന്നുണ്ട്. 3 പേരും ലിഫ്റ്റ് അടിച്ച് അതിൽ നേരെ നഗരത്തിലേക്ക് പോവാണ്. എന്തായാലും എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ്
വെച്ചാണ് ഇവർ രണ്ടുപേരും, അതായത് സിയാറയും മൗലിയും രക്ഷപ്പെടുന്നത്. മീന വന്ന് പെട്ടിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. എന്തായാലും വീട്ടിലേക്ക് വന്ന് കുളിച്ച് ഒന്ന് ഫ്രഷ് ആവുകയാണ്. വല്ലാത്തൊരു ആപത്തിൽ നിന്നാണ് അവളെ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതിനുശേഷം നേരെ പോകുന്നത് ആ പ്രൊഫസർ പറഞ്ഞില്ലേ, ഇയാളുടെ കോളേജിൽ അയാളുടെ ഓഫീസ് റൂമിലായിട്ട് ഇയാളെ കുറച്ച് രേഖകൾ വെച്ചിട്ടുണ്ട്, ആർക്കും കിട്ടാത്ത രീതിയിൽ അതിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടി ആ അവസാനത്തെ വീഡിയോയിൽ പ്രൊഫസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും പ്രൊഫസറുടെ ഓഫീസിലേക്ക് വന്നു. പ്രൊഫസറുടെ അസിസ്റ്റന്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഫസറുടെ ആ ഒരു സീക്രട്ട് ഷെൽഫ് തുറക്കുന്നുണ്ട്. മാത്രമല്ല അതിന്റെ ഉള്ളിൽ നിന്നും പ്രൊഫസർ പറഞ്ഞ ആ ഒരു രേഖ ഇപ്പൊ നമ്മുടെ മീനയ്ക്ക് കിട്ടുകയാണ്. ഒരു പേപ്പറിൽ എഴുതി വെച്ച ഒരു വലിയ ഹിസ്റ്ററി തന്നെയായിരുന്നു അത്. അതിപ്പോ പതിയെ പതിയെ മീന വായിക്കാൻ തുടങ്ങുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ മനുഷ്യരും അതുപോലെ തന്നെ ഫെയറികളും ഒരുമിച്ചായിരുന്നു ജീവിച്ചത്. ചില ആൾക്കാരൊക്കെ ഈ ഫെയറികളെ ദൈവമായിട്ട് കണ്ട് ആരാധിക്കാൻ തുടങ്ങി. ചില ആൾക്കാരൊക്കെ ഈ ഫെയറികളുമായിട്ട് ഭയങ്കര സൗഹാർദ്ദത്തിലായിരുന്നു. ചില ആളുകളൊക്കെ ഫെയറികളെ പ്രണയിക്കാൻ തുടങ്ങി. അവരെ വിവാഹം കഴിച്ചു. അവരുടെ വിവാഹത്തിന് ശേഷം അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ആ കുഞ്ഞുങ്ങൾ ഈ ഫെയറിയും അതുപോലെ തന്നെ മനുഷ്യന്റെയും ഒരു മിശ്രിതമായിരുന്നു. രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പുതിയൊരു ജീവി. അങ്ങനെ കാലങ്ങൾ പോകെ പോകെ ഈ ജീവികൾക്കും അതുപോലെ തന്നെ മനുഷ്യർക്കിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അതൊരു യുദ്ധത്തിൽ കലാശിച്ചു. അതിന്റെ ഒടുവിൽ ഈ ഫെയറികളെ തോപ്പിച്ച് അവരെ പാതാള ലോകത്തിലേക്ക് പറഞ്ഞയച്ചു. മാത്രമല്ല അവറ്റകളുടെ കൂടെ തന്നെ ഹൈബ്രിഡ് ആയിട്ട് ജനിച്ച മനുഷ്യർക്കും അതുപോലെ തന്നെ ഈ ക്രിയേച്ചേഴ്സിനുണ്ടായിരുന്ന ആ ഒരു കുഞ്ഞുങ്ങളെയും ഈ പാതാള ലോകത്തേക്ക് അടച്ചു കളഞ്ഞു. അതായത് മനുഷ്യർ മാത്രമായിരുന്നു പിന്നീട് ഭൂമിയിൽ ഉണ്ടായിരുന്നത്. സോ അങ്ങനെയുള്ള ആ ഒരു ക്രിയേച്ചേഴ്സിനെ തേടിയിട്ടാണ് ഞാൻ പോകാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇത് പ്രൊഫസർ പോകുന്നതിന് മുന്നേ തന്നെ അതിൽ എഴുതി വെച്ച കാര്യങ്ങളാണ് കേട്ടോ. മാത്രമല്ല ഈ ഒരു കാര്യം അത് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മനുഷ്യർക്ക് ഗുണമാവുന്ന കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ ചെയ്യാൻ കഴിയും. മരിച്ചുപോയ ആൾക്കാരെ വരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ആ കൂട്ടത്തിൽ തന്നെ ഇപ്പൊ നമ്മുടെ മീന ഒരു ഫോട്ടോ കണ്ട് ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. എന്തായാലും വേഗം തന്നെ സിയാറെ ഇപ്പൊ മീന വിളിക്കണം. അത്യാവശ്യമായിട്ട് എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ അവളുടെ വീട്ടിലേക്ക് പോയി. പ്രൊഫസർ ആ ഒരു ഫെയറികളെ കുറിച്ച് പറഞ്ഞ അല്ലെങ്കിൽ മീന വായിച്ച് മനസ്സിലാക്കിയ എല്ലാ രഹസ്യങ്ങളും ഇപ്പൊ സിയാറയോടും പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഇപ്പൊ സിയാറയ്ക്ക് മീനെ കാണിച്ചു കൊടുക്കുകയാണ്. അതായത് മീന എന്ത് കണ്ടാണോ ഷോക്കായത് അതേ കാര്യം തന്നെ ആ ഒരു ചിത്രം. അതായത് ഈ പ്രൊഫസർ ഉണ്ടല്ലോ, പ്രൊഫസറുടെ കൂടെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഫോട്ടോ അത് മറ്റാരുമല്ല ഓലിനായിരുന്നു. ഓലിൻ അപ്പൊ പ്രൊഫസറുടെ ഭാര്യയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു കാര്യമൊന്നും ഓലിൻ പറഞ്ഞില്ല. അപ്പോഴാണ് മറ്റൊരു കാര്യം മീന പറയുന്നത്. അവരെങ്ങനെ പറയും? കാരണം ഓലിൻ മരിച്ചു പോയിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ട്, വർഷങ്ങളായി. അപ്പൊ പിന്നെ നമ്മുടെ കൂടെ ആ ഒരു കാട്ടിൽ ഉണ്ടായിരുന്ന ആ ഓലിൻ അവൾ ആരാണ്? ഇത് ചോദിക്കുമ്പോഴാണ് മീന ആ ഒരു രഹസ്യം പറയുന്നത്. അതും ഒരു ഫെയറി ആയിരുന്നു. അല്ല എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് സിയാർ പറഞ്ഞപ്പോൾ മീന വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് പ്രൊഫസർ ഇതുപോലെ പരീക്ഷണത്തിനായിട്ട് നേരെ ആ ഒരു കാട്ടിലേക്ക് പോയി. അവിടെ വെച്ച് ഇതുപോലെ ഒരു ഫെയറിയെ പിടിച്ചു. അത് നമ്മൾ ആ ഒരു വീഡിയോയിലൂടെ കണ്ടതല്ലേ. എന്നാൽ പതിയെ പതിയെ അതിനോട് അടുക്കാൻ വേണ്ടി തുടങ്ങി. അതുമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയ ഈ ഒരു പ്രൊഫസർ ഉണ്ടല്ലോ, ആ ഫെയറിയോട് കൂട്ടുകൂടിയിട്ട് അതിനോട് തന്റെ ഭാര്യയുടെ രൂപത്തിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. അതായത് ഓലിന്റെ രൂപത്തിലേക്ക് പയ്യെ 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 അവൾ അങ്ങനെ വരികയും ചെയ്തു. അതാണല്ലോ നമ്മൾ ആ ഓലിനെ കണ്ടത്. പക്ഷേ ഇത് പിന്നീട് വലിയ എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയ പ്രൊഫസർ ഇത് മനുഷ്യന് ഗുണമല്ല, ആപത്താണ് വരുത്താൻ പോകുന്നത് എന്ന് റിയലൈസ് ചെയ്തിട്ട് ഈ വിവരങ്ങളൊന്നും മറ്റാരും അറിയാതിരിക്കാനാണ് പ്രൊഫസർ അവിടെ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്തത്. അയാൾ ഉണ്ടാക്കിയ ആ ഒരു വിവരങ്ങൾ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ പറഞ്ഞത്. എന്നാൽ സ്വാഭാവികമായിട്ടും ഇവിടെ വെച്ച് നിങ്ങൾക്കും അതുപോലെ തന്നെ സിയാറയ്ക്കും ഒരു സംശയം തോന്നുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഓലിൻ അവളൊരു ഫെയറി ആണെങ്കിൽ എങ്ങനെയാണ് സൺലൈറ്റിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്ന് മീന ഇങ്ങനെ പറയാണ് കേട്ടോ. പിന്നീട് ഒന്ന് ഹാൻഡ് വാഷ് ചെയ്യാനായിട്ട് മീന നേരെ ആ ഹാൻഡ് വാഷിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അവിടെ കുറെ കൂറകളെ മീന കാണുകയാണ്. ഇതെന്തോ സംതിങ് മിസ്റ്റീരിയസ് ആയിട്ട് അവൾക്ക് തോന്നി. ഇപ്പൊ വെറുതെ പുറത്തേക്ക് ഒന്ന് നോക്കിയ സമയത്ത് പുറത്തൊരു കാറ് വന്ന് നിൽക്കുന്നത്. അതിൽ നിന്നും സിയാറ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ ഇത്രയും നേരം മീന സംസാരിച്ചുകൊണ്ടിരുന്ന സിയാറ അതാരാണ്? അത് മറ്റാരുമല്ല, ഇത്രയും നാൾ ആ ഒരു ബങ്കറിൽ ഓലിന്റെ രൂപത്തിലുണ്ടായിരുന്ന ഒരു ഫെയറി ഉണ്ടല്ലോ, അതേ ഫെയറി തന്നെയാണ് സിയാറയുടെ രൂപത്തിലും ഇവിടെ ഉള്ളത്. ഇപ്പൊ സിയാറ ഉള്ളിലേക്ക് വന്ന സമയത്ത് ഈ ഫെയറി അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വന്ന് അവളെ അറ്റാക്ക് ചെയ്യാണ്. അതും ജോണിന്റെ രൂപത്തിലേക്കൊക്കെ വന്നിട്ട് എന്നിട്ട് അവസാനം നമ്മുടെ മീനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇപ്പൊ അവളുടെ രൂപത്തിലേക്ക് തന്നെ ആ ഒരു ഫെയറി മാറിയിട്ട് അവളെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്റെ എല്ലാ രഹസ്യങ്ങളും നീ കണ്ടുപിടിച്ചല്ലേ, നിനക്ക് അത്രയൊക്കെ ധൈര്യമുണ്ടോ? നിനക്കറിയണ്ടേ അവിടെ എന്താ സംഭവിച്ചതെന്ന്? എത്രയോ വർഷങ്ങളായിട്ട് ആ ബങ്കറിനടിയിൽ കൊടിയും കെടുക്കായിരുന്നു ഞാൻ. അപ്പോഴാണ് പ്രൊഫസർ അങ്ങോട്ടേക്ക് എത്തിയത്. പ്രൊഫസർ എനിക്കൊരു വാഗ്ദാനം തന്നു. അയാളുടെ ഭാര്യയുടെ രൂപത്തിൽ കുറെ നാൾ ജീവിക്കുകയാണെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള വഴി എനിക്ക് കാണിച്ചു തരാമെന്ന്. പക്ഷെ ഒരു ഘട്ടത്തിൽ അവൻ എന്നെ ചതിച്ചു. പുറത്തേക്ക് പോകാനുള്ള വഴി എനിക്ക് പറഞ്ഞു തന്നില്ല. അതിന് പുറമെ അവൻ എന്നെ കൊല്ലാൻ നോക്കി. എന്നാൽ അവന്റെ കയ്യിൽ നിന്ന് ഗണ്ണ് മേടിച്ച് അവനെ കൊന്നത് ഞാൻ തന്നെയാണ്. അതായത് പ്രൊഫസർ ആത്മഹത്യ ചെയ്തതല്ല. എന്തായാലും പിന്നീട് ആ ഒരു ഫെയറി ഉണ്ടല്ലോ പ്രൊഫസറുടെ ഭാര്യയുടെ അതേ രൂപത്തിൽ തന്നെ, അതായത് ഓലിന്റെ രൂപത്തിൽ തന്നെ അവിടെ നിന്നു. കാരണം എങ്ങനെയെങ്കിലും പുറത്തേക്ക് കിടക്കണല്ലോ എന്ന് ഈ കമ്പ്യൂട്ടർ നോക്കാനും അതിൽ ആ ഒരു കാര്യങ്ങളൊന്നും നോക്കാനൊന്നും ഈ ഒരു ഫെയറിക്ക് അറിയില്ല. സോ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് സിയാറയും അതുപോലെ തന്നെ ഡാനിയലും ഇങ്ങോട്ടേക്ക് വന്ന് പെട്ടത്. ഇതിനുശേഷം നമ്മുടെ മീനിയും വന്ന് പെട്ടു. ഇവരുടെ കൂടെ കൂടി അവരുടെ കൂടെ തന്നെ പുറത്തേക്ക് രക്ഷപ്പെടണം. അതായിരുന്നു ഈ ഒരു ഫെയറിയുടെയും പദ്ധതി. അതുപോലെ തന്നെ രക്ഷപ്പെട്ട് ഇപ്പൊ പുറത്തേക്ക് വന്നു. ഇനിയിപ്പോ ഞാൻ നിന്റെ രൂപത്തിൽ ഇവിടെ ജീവിക്കാൻ പോവാണെന്ന് ഈ ഒരു ഫെയറി മീനെ നോക്കിയിട്ട് പറയണം. എന്നാൽ ഇതേ സമയത്ത് തന്നെ നിലത്ത് വീണെടുക്കുന്ന മീന് പറയാണ്, ഒരു കാര്യം, ഒരു രഹസ്യം നിനക്ക് ഇപ്പോഴും അറിയില്ല. ആ രഹസ്യം പ്രൊഫസർ ഇപ്പോഴും നിന്നോട് പറഞ്ഞിട്ടില്ല. അതെന്താണെന്ന് നിനക്ക് അറിയോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ആകാംക്ഷയിൽ ആ ഒരു ഫെയറി നമ്മുടെ മീനയെ നോക്കുകയാണ്. നിനക്കറിയോ, നിനക്ക് എന്തുകൊണ്ടാണ് സൂര്യ വെളിച്ചത്തിൽ നിൽക്കാൻ കഴിയുന്നത്? ബാക്കിയുള്ള ഫെയറികളെ പോലെ നിനക്ക് അത് പ്രശ്നമില്ലാത്തത്? ആകാംക്ഷയിൽ ആ ഒരു ഫെയറി അതെന്താണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇപ്പൊ മീന പറയാണ്, നീ പൂർണ്ണമായിട്ടും ഒരു ഫെയറി അല്ല, ഒരു മനുഷ്യനും ഒരു ഫെയറിയും
ഫെയറിയും പ്രണയിച്ച് വിവാഹം കഴിച്ച് അതിലുണ്ടായ ഒരു ഹൈബ്രിഡ് ആണ് നീ. അതായത് നിനക്ക് മനുഷ്യന്റെ ഗുണമുണ്ട്, അതുപോലെ തന്നെ ആ ഒരു മൃഗത്തിന്റെ ഗുണമുണ്ട്. സ്നേഹം, ലവ്, പ്രണയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. നീ അത് നോർത്താൽ മാത്രം മതി. നിന്റെ ഉള്ളിൽ അതൊക്കെ ഉണ്ട് എന്ന് ഇപ്പൊ മീന പറഞ്ഞു കൊടുക്കുമ്പോൾ പയ്യെ 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 ആ ഒരു ഫെയറിയും ഇത് റിയലൈസ് ചെയ്യാൻ തുടങ്ങുകയാണ്. പയ്യെ അതിന്റെ ആ ഒരു ചിറകുകൾ മുളക്കാൻ തുടങ്ങി. നീ പോയിട്ട് നിന്നെ പോലെയുള്ളവരെ തന്നെ കണ്ടുപിടിക്കുക, നീ അവരുടെ കൂടെ ജീവിക്കുക. പൂർണ്ണമായിട്ടും ഒരു ഫെയറിയെ പോലെ തന്നെ, ഒരു മൃഗത്തിനെ പോലെ തന്നെ നീ ആവേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയുന്ന സമയത്ത് ഈ ഒരു ഫെയറി ഉണ്ടല്ലോ, അതിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പെട്ടെന്ന് അതിന്റെ ആ ഒരു ചിറവും കാര്യങ്ങളൊക്കെ വിടർത്തിക്കൊണ്ട് പെട്ടെന്ന് മുകളിലേക്ക് പറന്നു പോവുകയാണ്. മീന പറഞ്ഞതുപോലെ തന്നെ അവളുടെ ആ ഒരു കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരെ കണ്ടുപിടിക്കാനായിട്ട്. എന്തായാലും ഇവിടെ സീൻ കട്ടായി. മീൻ ഇപ്പോ അവളുടെ ആ ഒരു സഹോദരിയുടെ കൂടെയാണ്. ഒരുപാട് നാളായിട്ട് അവളുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നു കേട്ടോ. എന്തിനാണ് വെറുതെ ആ ഒരു ബന്ധം കളയുന്നത് എന്ന് കരുതിയിട്ട് അവൾ നേരെ അനിയത്തിയുടെ അടുത്തേക്ക് പോയിട്ട്, അനിയത്തിയല്ല ചേച്ചിയുടെ അടുത്തേക്ക് പോയിട്ട് അവളുമായിട്ട് വീണ്ടും ആ ഒരു ബന്ധം സ്ഥാപിക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ ഇവരുടെ വീടിന്റെ പുറത്തായിട്ട് ഒരു ചെറിയ പെൺകുട്ടി അങ്ങനെ വന്നു നിൽക്കുന്നുണ്ട്. അവരുടെ ആ ഒരു നോട്ടത്തിൽ തന്നെ വല്ലാത്തൊരു മിസ്റ്ററി തോന്നുന്നുണ്ട്. മിക്കവാറും ഇത് ആ ഒരു ഫെയറി തന്നെയായിരിക്കും. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. അപ്പൊ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.